മാറാകട്ടെ. മർക്കസിൽ ധാരാളം കാലം ഞങ്ങൾക്കൊക്കെ ക്ലാസ് എടുത്തു തന്നതാണ്. ഇന്ന് കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഷറഫാക്കപ്പെട്ട നാവിൽ നിന്ന് വന്ന പരിശുദ്ധമായ ഹദീസിൻ്റെ ക്ലാസ്, ആ ഹദീസിൻ്റെ സബക്കിൻ്റെ മഹത്വം എത്രയാണെന്നറിയോ? ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസ് സബക്ക് നടത്തുന്ന ഒരു വലിയ പണ്ഡിതനാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരു ദിവസം തൻ്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ ഹദീസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാ. ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരെ അതാ തേള് വന്ന് കുത്തുകയാണ്. തേള് ഒരു തവണ കുത്തി എന്ന് മാത്രമല്ല, കുത്തി നിരന്തരം കുത്തി. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് വിഷം കയറിയിട്ട് ശരീരമൊക്കെ വിവർണമായി, മുഖമൊക്കെ ആകെ വിവർണമായി, നിറം മാറി. അങ്ങനെ നിറം മാറിയിട്ടും യാതൊരു വ്യത്യാസവുമില്ലാതെ, ഒരസ്വസ്ഥതയും കാണിക്കാതെ മഹാനവറുകൾ ദർസ് നടത്തുക തന്നെ ചെയ്യുക. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അല്ല ഉസ്താദേ, ഇന്ന് ഞങ്ങൾ വല്ലാത്തൊരജബ്, ഒരത്ഭുതം നിങ്ങളിൽ ദർശിക്കാൻ കഴിഞ്ഞല്ലോ. എന്തേ അത്ഭുതം? എന്തത്ഭുതമാണ് ദർശിക്കാൻ കഴിഞ്ഞത്? ആ അത്ഭുതം ഏതാണെന്നറിയോ? ബഹുമാനപ്പെട്ടവർ തിരിച്ചു പറഞ്ഞു കൊടുത്തു തൻ്റെ ശിഷ്യന്മാരോട്. എന്താ പറഞ്ഞു കൊടുത്തത്? നിങ്ങൾ കണ്ട അത്ഭുതം എനിക്കറിയാം. ഇന്നെന്നെ തേള് കുത്തിയിട്ടുണ്ട്, ഒരുപാട് തവണ കുത്തിയിട്ടുണ്ട്. മാത്രമല്ല വിഷം കയറിയിട്ടുണ്ട്. എനിക്ക് വേദനയില്ലേ? വേദനയുമുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കാലെങ്ങാനും ഒന്ന് വലിച്ചാൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് പറയുന്ന സമയത്ത്, ആ ഹദീസ് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കാലിലൊരു തേള് കുത്തിയതിൻ്റെ കാരണത്താൽ ഞാൻ എൻ്റെ കാല് വലിച്ചാൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടുള്ള അനാദരവായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തതെന്ന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുകയാണ്. പറ്റിച്ചിട്ട് നിങ്ങൾ എന്നെ മറവി ചെയ്യണം. എന്തേ? അതുകൊണ്ടേ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയവരാണവർ. ഇത് കഴിഞ്ഞവർ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ മാത്രമാണോ ഇത്? ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹു ആർക്കാണ് റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകാരോട് പറയുന്നു, ഞാൻ ഈ തൊപ്പി തരയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കേവലം ഒരു തൊപ്പിയല്ല ഇത്, മറിച്ചോ എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിൽ നിന്ന് വീണ ചില മുടികൾ എനിക്ക് കിട്ടുകയും ഞാൻ ആ കിട്ടിയത് മുഴുവനും ഈ തൊപ്പിക്കകത്ത് തുന്നിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കഴിഞ്ഞില്ല. ആ തൊപ്പി തലയിൽ വെച്ച് ഇന്ന് വരെ യുദ്ധം ചെയ്ത ഒരൊറ്റ യുദ്ധത്തിലും ഈ ഖാലിദ് പരാജയപ്പെട്ടിട്ടില്ല. ആരാ പറയണത്? ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പഠിച്ചവരാ പറയുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ മനസ്സിലാക്കേണ്ടത് അവരിലൂടെയാ. ഇത് മനസ്സിലാക്കാൻ പറഞ്ഞപ്പോഴാണ് ഒരു വിഭാഗം പറഞ്ഞത് ഞങ്ങളതിന് കിട്ടൂല എന്ന് പറഞ്ഞു. ആരെ അവരെ കുറിച്ച് വിശേഷിപ്പിച്ചു? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ അവരെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയണത്? വൈദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്. അള്ളാഹു ഖുർആനിൽ പറയാ, ഖാലു അനുഅ്മിനു കമാ ആമനസ്സുഫഹാ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു വിഭാഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താ പറയുന്നത്? വൈദാ ഖീല ലഹും ആമിനൂ, നിങ്ങൾ വിശ്വസിക്കണമെന്നവരോട് പറയപ്പെട്ടാൽ എങ്ങനെ വിശ്വസിക്കണം? എങ്ങനെ വിശ്വസിക്കേണ്ടത്? വിശ്വസിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഖുർആനാ പറയണത്. ഏതാ ഖുർആൻ പറയുന്ന വിശ്വാസം? ആമിനൂ കമാ ആമനന്നാസ്. ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളുണ്ടല്ലോ, ആരാ അന്നത്തെ സാധാരണക്കാരായ ജനങ്ങൾ? സാധാരണക്കാരായ ജനങ്ങൾ സ്വഹാബത്തെ കിറാം. ആരാ സാധാരണക്കാരായ ജനങ്ങൾ? അനസ് റളിയല്ലാഹു അൻഹു അവരുടെ കൂട്ടത്തിൽ ഒരാളാണ്. അനസ് റളിയല്ലാഹു അൻഹു എങ്ങനെയാ വിശ്വസിച്ചത്? റസൂലുള്ളാഹി തങ്ങളെ ഹബീബായ പ്രവാചകന്റെ ശരീരത്തിന്റെ ആ ഭാഗങ്ങൾക്ക് ബർക്കത്തുണ്ടെന്ന് മാത്രമല്ല, പിന്നെ റസൂലുള്ളാഹിന്റെ ശരീരമാകുന്ന കയ്യിൽ പിടിച്ച വടിക്ക് ബർക്കത്തുണ്ട്. ബർക്കത്ത് മാത്രമല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഖബറിൽ രക്ഷപ്പെടാനും ഒരു കാരണം അതാണെന്ന് മനസ്സിലാക്കി. കൂടെ നടന്ന ഖാലിദ് റളിയല്ലാഹു അൻഹു എന്ത് മനസ്സിലാക്കി? ഹബീബായ റസൂലുള്ളാഹിന്റെ തലയിലുള്ള മുടിയിൽ നിന്നൊരു മുടി എൻ്റെ ശരീരത്തിൽ വെച്ചുകൊണ്ടൊരു സമരപ്പോർക്കളത്തിലേക്ക് ഇറങ്ങിയാൽ അതിൽ ഞാൻ രക്ഷപ്പെടുമെന്ന് മനസ്സിലാക്കി. ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞോ? ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ ആരാ?
ആ മഹദിയുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കിടന്നുറങ്ങുകയാണ്. ആ കിടന്നുറങ്ങുന്ന സമയത്ത് വല്ല റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ വിയർപ്പ് പൊടിഞ്ഞിട്ടുണ്ട്. മഹദി ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ വിയർപ്പ് ഇങ്ങനെ വടിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിലേക്ക് ഇങ്ങനെ നിക്ഷേപിക്കുകയാണ്. ആ കുപ്പിയിലേക്ക് ഇങ്ങനെ നിക്ഷേപിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ വല്ല ഞെട്ടിയുണരുന്നു. ആ ഞെട്ടിയുണർന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, എന്തിനാണ് നിനക്കിത്? എന്തിനാ ഒരു മനുഷ്യന്റെ വിയർപ്പ്? ഈ വിയർപ്പ് എന്തിനെങ്കിലും പറ്റുമോ? ഇത് നാറുന്നൊരു സാധനമല്ലേ എന്നാണോ? റസൂലുള്ളാഹി ചോദിക്കുന്നു, എന്തേ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ? മാതാ ഫഅൽതി, എന്തേ നീ ഇപ്പൊ കാണിച്ച പണി എന്താ? മഹദി അവൾ പറയുന്നു, നബിയേ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് പൊടിഞ്ഞപ്പോ ആ വിയർപ്പെടുത്തിട്ട് കുപ്പിയിൽ ഞാൻ സൂക്ഷിക്കുകയാണ്, ശേഖരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, എന്തിനാണ് നിനക്കത്? മഹദി പറയുന്ന കാര്യം എന്താ? ഞങ്ങൾക്കത് ആവശ്യമുണ്ട്. എന്തിന്? ഞങ്ങളത് ഞങ്ങളുടെ കുട്ടികൾക്ക് സുഖമില്ലാതെയായാൽ രോഗത്തിന് അതൊരു ഔഷധമായി ഞങ്ങൾ ഉപയോഗിക്കും. അങ്ങനെ ഔഷധമായി ഉപയോഗിച്ചാലോ ഞങ്ങളുടെ കുട്ടികളുടെ രോഗം അതുകൊണ്ട് മാറാണ്ട് പോരാ. വേറൊരു ഉപകാരം ചോദിക്കുന്നു, മാ യുബിക്കീക്ക് യാ ആയിഷ, എന്തേ ആയിഷ നീ എന്തിനാണ് കരയുന്നത്? എന്തേ നിന്നെ കരയിപ്പിച്ചു? എന്തിനാണ് നീ കരയുന്നത്? ഞാനാകുന്ന ഭർത്താവിൽ നിന്ന് നിനക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുന്നില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും നിനക്ക് പോരായ്മ വരുന്നുണ്ടോ നിന്റെ ജീവിതത്തിൽ? ഒരാളും മറ്റൊരാളെ ഓർക്കൂല ആയിഷ. അങ്ങനത്തെ ഒരു 3 സ്ഥലമുണ്ട്. ആ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താനാണ് റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ പറയുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു, ആ 3 സ്ഥലം ഇത് ആർക്കുള്ളതാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഈ നാട്ടിൽ ചാവക്കാട് ജീവിക്കുന്ന നിങ്ങൾക്കും എനിക്കും ഇത് അനുഭവിക്കാനുള്ളതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് ആലോചിച്ചുകൊണ്ട് കരഞ്ഞതാരാണെന്നറിയോ? ആയിഷ ബീവിയാണ്. എന്നിട്ട് ആ 3 സ്ഥലം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ. ഏതാ 3 സ്ഥലം? ഒന്ന്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലം ഇന്ദൽ മീസാൻ, തുലാസിന്റെ അടുക്കൽ വെച്ചിട്ടാണ്. നാളെ ഒരു തുലാസ് വരാനുണ്ട്. ഏതാണ് ആ തുലാസ്? ആ നന്മയും തിന്മയും ഇങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തുലാസ് ഉണ്ടല്ലോ. ആ തുലാസ് ഹത്തായ അലമ, ഒരാൾക്കും മറ്റൊരാൾ ഓർമ്മ വരില്ല. ഏതുവരെ? അവൻ അറിയുന്നത് വരെ. എന്താണ് അറിയേണ്ടത്? തന്റെ തുലാസ് അത് കനം തൂങ്ങുമോ അല്ല കനം കുറയുമോ എന്ന് അറിയുന്നത് വരെ ഒരാളും മറ്റൊരാൾ ഓർക്കുകയില്ല. ആ തുലാസ് കനം തൂങ്ങാനുള്ള കാര്യം എന്താ? കനം തൂങ്ങിയാലുള്ള നേട്ടം എന്താ? ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാമൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ്, അമ്മാമൻ സഖുലത് മവാസീനുഹു, ആരെങ്കിലും ഈ തുലാസ് ഒന്ന് കനം തൂങ്ങിയാൽ ഫഉമ്മുഹു ഹാവിയ, അവന്റെ അവൻ സുഖസന്തോഷ ജീവിതത്തിലാണ്. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ല, ആ തുലാസെങ്ങാനും കനം കുറഞ്ഞാലോ? അമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു, ആ തുലാസ് കനം കുറഞ്ഞാൽ അവന്റെ ഉമ്മുഹു ഹാവിയ, അവന്റെ സങ്കേതം കത്തിജ്വലിക്കുന്ന നരകമാണ്. അതിന് അറിയുന്നത് വരെ ഒരാൾക്കും മറ്റൊരാളെ ചിന്ത വരില്ല. എന്നാൽ ഇത് നമുക്കും അഭിമുഖീകരിക്കേണ്ടതല്ലേ? ആയിഷാ ബീവി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തുലാസ് കനം തൂങ്ങാനുള്ള മാർഗം എന്താ? അതിനുള്ള മാർഗം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. തുലാസ് കനം തൂങ്ങാൻ അശ്റയിൽ നാളെ നമുക്കൊക്കെ ആ തുലാസ് കനം തൂങ്ങണ്ടേ? തൂങ്ങണം. അതിനുള്ള മാർഗമോ? ചെറിയ ചില മരുന്നുകൾ ചെയ്താൽ തന്നെ തുലാസ് കനം തൂങ്ങും. അല്ലാഹുവിന്റെ റസൂല് പറയാ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി സഖീലത്താനി ഫിൽ മീസാനി ഹബീബത്താനി ഇലർ റഹ്മാനി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, 2 പദം ഞാൻ പറഞ്ഞു തരട്ടെ. ആ 2 പദത്തിന്റെ പ്രത്യേകത എന്താ? ആ 2 പദം പറഞ്ഞു കഴിഞ്ഞാൽ അത് നാവിന് വളരെ ലളിതമാണ്. അതുപോലെ എന്നാൽ തുലാസിൻ്റെ വല്ലാത്ത കനം തൂങ്ങും ചെയ്യും.
അള്ളാഹുവിനിക്ക് ഏറ്റവും വലിയ ഇഷ്ടവുമാണ്. അങ്ങനത്തെ രണ്ട് പദമേതാണെന്നറിയോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇന്നു മുതൽ നാളെ മുതൽ വൈകുന്നേര സമയത്ത് മഗ്‌രിബിന്റെ സമയത്തും ആ സുബഹി സമയത്തുമൊക്കെ ഒരു 10-11 തവണയെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റൊന്ന് ചെല്ലാൻ നമ്മൾ തയ്യാറായാൽ, അത് നമ്മൾ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ചെല്ലിയാൽ നമ്മുടെ പരിപാടി വിജയിച്ചു, നമ്മൾ പങ്കെടുത്തത് വിജയിച്ചു, നമുക്ക് നേട്ടം കിട്ടി. അല്ലാതെ എല്ലാ ദിവസവും കൂടുന്നു പിരിയുന്നു അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, ആ തുലാസ് കനം തൂങ്ങുമോ കനം കുറയുമോ എന്നറിയുന്നത് വരെ ഒരാൾക്കും മറ്റൊരാൾ ഓർമ്മ വരില്ല. അള്ളാഹു ആ തുലാസിന്റെ തട്ട് നന്മ ചെയ്ത് കനം തൂക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞില്ല, ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഏതാ? പിന്നെ ഏതാണെന്നറിയോ? വഇൻദൽ കിതാബ്, ഒരു കിതാബുണ്ട് അവിടെ, ഒരു ഗ്രന്ഥം അവിടെ വരാനുണ്ട്. ആ ഗ്രന്ഥം വരുന്ന സമയത്തും ഏതൊരു മനുഷ്യനും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും. ഹീന യുഖാലു, പറയപ്പെടുമ്പോ, ഹാഹുമിഖ്റ കിതാബിയാ, വായിക്കടോ നിന്റെ ഗ്രന്ഥം, വായിക്കടോ നിന്റെ കിതാബ്. ആരെ കൊണ്ടാ വായിക്കുന്നത്? പ്രതിയെ കൊണ്ട് വായിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നാളെ മഹ്ശറയിൽ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒരു ഗ്രന്ഥം കൊണ്ടുവന്നു തരും. ഏതാ ഗ്രന്ഥം? ആ ഗ്രന്ഥം എന്തുള്ളതാ? കഥ വായിക്കാനല്ല, അതിൽ നോവലല്ല. മംഗളവും മനോരമയും കാത്തു നിൽക്കുന്നില്ലേ വീട്ടിൽ? ഉമ്മമാര് സഹോദരിമാര് കാത്തു നിൽക്കുന്നില്ലേ? ചെറുപ്പക്കാർക്ക് അതൊന്ന് കിട്ടാഞ്ഞാൽ പൊറുതികേടില്ലേ? ആ ഗ്രന്ഥമല്ല നാളെ കൊണ്ടുവരുന്നത്. പിന്നെ അവിടെ കൊണ്ടുവരുന്നൊരു കിതാബുണ്ട്. ആ കിതാബ് കയ്യിൽ കൊണ്ടുവന്നിട്ട് അവരോട് പറയുന്നു, ഹീന യുഖാലു, അവരോട് പറയപ്പെടും, ഹാഉമിഖ്റ കിതാബിയാ, വായിക്കടോ നിന്റെ ഗ്രന്ഥമെന്ന് ഓരോരുത്തരോടും പറയപ്പെടുന്ന സമയത്ത് ആ ബുക്കിന് നോക്കിയിട്ട് വായിച്ചിട്ട് പറയുന്ന രംഗം അല്ലാഹു ഖുർആനിൽ തന്നെ പറയാ. എന്താ പറയുന്നതെന്നറിയോ? മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒരു മനുഷ്യൻ തൻ്റെ കയ്യിൽ കൊടുത്ത ഗ്രന്ഥമൊന്ന് മറിച്ചു നോക്കിയിട്ട് അതിന് വായിക്കണ സമയത്ത് കാണുന്നത് എന്താ? സുബ്ഹാനല്ലാഹ്. രാത്രി സമയത്ത്, പാതിരാ സമയത്ത്, നട്ടപ്പാതിര സമയത്ത് ആരോരും അറിയാതെ ഞാനും മറ്റൊരാളും മാത്രം അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു തെറ്റാണല്ലോ. ആ തെറ്റ് പോലും ഒരു കുട്ടിയോട് പറഞ്ഞിട്ടില്ല, ആരും അത് അറിഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനാണ്